ഒക്കെ ഒറിജിനൽ ആണോ എന്ന് ഞങ്ങൾക്ക് ചെക്ക് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് ഈ 3 സ്ത്രീകളെയും ആ ഒരു പിഞ്ചു കുഞ്ഞിനെയും ഡീറ്റൻഷൻ സെൻറ്ററിൽ വെക്കുകയാണ് ഉണ്ടായിരുന്നത്. അവിടെയാണ് AMMന്റെ പ്രവർത്തകയായിട്ടുള്ള നേതാവായിട്ടുള്ള ഈ പറയുന്ന റുബീന പട്ടേൽ എന്ന് പറയുന്ന ആൾ എത്തിയിട്ട് വലിയ പ്രതിഷേധങ്ങളൊക്കെ അവിടെ നമ്മൾ കാണുകയും ചെയ്തു. അതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ പിന്നീട് അന്ന് രാത്രി തന്നെ അവരെ വിട്ടയക്കുകയും ഉണ്ടായി. ഇങ്ങനെ ഒരു സ്ഥിതിവിശേഷം നമ്മുടെ രാജ്യത്തുണ്ടെങ്കിൽ വളരെ കൃത്യമായിട്ട് ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യം എന്ന് പറയുന്നത്, ഹിജാബ് ഇട്ടതിൻ്റെ പേരിൽ, പർദ്ദയണിഞ്ഞതിൻ്റെ പേരിൽ, അല്ലെങ്കിൽ വേഷത്തിൻ്റെ പേരിൽ, വസ്ത്രത്തിൻ്റെ പേരിൽ ബംഗ്ലാദേശിയാക്കി ചാപ്പ കുത്തിയിട്ട് മുസ്ലിം സഹോദരങ്ങളെയും സഹോദരിമാരെയും ഒക്കെ അങ്ങനെ വല്ലാതെ അങ്ങ് ആക്രമിച്ച് കളയാം, അവരെ വല്ലാതെ അങ്ങ് എടങ്ങാറാക്കി കളയാം, മാക്സിമം ഉപദ്രവിക്കുക. ഈ മുസ്ലിം വിരോധം തലക്ക് പിടിച്ചു കഴിഞ്ഞാൽ ഉള്ള ഒരു ബുദ്ധിമുട്ടാണിത്. എങ്ങനെയെങ്കിലും ഒരു മുസ്ലിമിനെ കണ്ടാൽ എങ്ങനെയാണ് ഉപദ്രവിക്കാൻ കഴിയുക? ഇപ്പോൾ സ്ത്രീകളായതുകൊണ്ട് വലിയ തോതിൽ ആക്രമിക്കപ്പെട്ടിട്ടില്ല. ഇത് ചെയ്തത് ആരാണ്? രാജ്യത്ത് നിയമപാലകരെന്ന് പറയുന്ന ആളുകളാണ് ഇതൊക്കെ ചെയ്യുന്നത്, അല്ലേ? സംശയങ്ങൾ ഉണ്ടായേക്കാം, ശരിയാണ്, സംശയങ്ങൾക്കൊന്നും ഇല്ലെന്നൊന്നും സംശയിക്കേണ്ട എന്നൊന്നും പറയുന്നില്ല. പക്ഷേ കൃത്യമായ രേഖകൾ നൽകിയിട്ടും ഇവരുടെ അഡ്രസ്സിലുള്ള വെസ്റ്റ് ബംഗാളിലെ പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെട്ടിട്ടും അവിടെ നിന്നുള്ള കൃത്യമായി ഇവരുടെ ID-കളും ഇവരുടെ കയ്യിലുള്ളതൊക്കെ വെരിഫൈ ചെയ്യാൻ കഴിഞ്ഞിട്ടും വീണ്ടും ഇനി ഇതിൽ ഫർദർ വെരിഫിക്കേഷൻ ഞങ്ങൾക്ക് ആവശ്യമുണ്ട് എന്നാ പറഞ്ഞുകൊണ്ട് ഈ സ്ത്രീകളെ അടക്കം ഡിറ്റൻഷൻ സെൻറ്ററിൽ ആക്കിയിട്ടുണ്ടെങ്കിൽ അത് വലിയ അപകടകരമാണ്. രാജ്യത്ത് സംഘപരിവാർ വിതയ്ക്കുന്ന വിത്തുകൾ രാജ്യത്തിൻ്റെ വിവിധ ഇടങ്ങളിൽ ഇങ്ങനെ മുള പൊട്ടുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. രാജ്യത്ത് സകലമാനയിടത്തും ഇത്തരം അക്രമങ്ങൾ കാണുകയാ. ആ മുസ്ലിങ്ങൾക്കെതിരെയുള്ള അക്രമങ്ങൾ നമ്മൾ റിപ്പോർട്ട് ചെയ്യപ്പെടുകയും വാർത്തയാവുകയും ഒക്കെ നമ്മൾ കാണുന്നുണ്ട്. അവിടെയും ഈ പറയുന്ന മുസ്ലിം വിരോധത്തിൻ്റെ പേരിൽ കായികപരമായി നേരിടുകയും കൊല ചെയ്യുകയും ആൾക്കൂട്ട കൊലപാതകങ്ങൾ വരെ നമ്മൾ കാണുകയാണ്. അതിന് പുറമെ രാജ്യത്തെ നിയമപാലകർ പർദ്ദയണിഞ്ഞതിൻ്റെ പേരിൽ, വേഷത്തിൻ്റെ പേരിൽ, വിശ്വാസത്തിൻ്റെ പേരിൽ ആളുകളെയൊക്കെ തെരഞ്ഞു പിടിച്ച് ബംഗ്ലാദേശികളും പാകിസ്ഥാനികളും നുഴഞ്ഞുകയറ്റക്കാരും രാജ്യദ്രോഹികളും ഒക്കെ ആക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അത് വലിയ അപകടം തന്നെയാണ്. കാരണം ഈ രാജ്യത്ത് ഏതൊരു മനുഷ്യൻ്റെയും ഒരു അവസാന പ്രതീക്ഷ എന്ന് പറയുന്നത് രാജ്യത്തിൻ്റെ നിയമവ്യവസ്ഥയാണ്, രാജ്യത്തിൻ്റെ ഭരണഘടനയാണ്. അപ്പോൾ ഈ രാജ്യത്തെ ഭരണഘടനയും നിയമവ്യവസ്ഥയും അവിടെ നിലനിൽക്കുമ്പോൾ അത് പാലിക്കേണ്ട, അത് നടപ്പിലാക്കേണ്ട നിയമപാലകർ തന്നെ ഇത്തരം അക്രമകാരികളാകുന്നുണ്ടെങ്കിൽ